ഏവർക്കും മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. 2024 പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷന് ലാബ് 19 ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻസ് നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം ആൻസേഴ്സ് എങ്ങനെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്താം, ഈ ലാബിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വൈവ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നു. അതോടൊപ്പം ഈ വർഷം മുതൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്താണ് പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടപ്പിലാക്കുക എന്ന് ഔദ്യോഗികമായി സർക്കുലർ വന്നു കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഹാർഡ് കോപ്പി ആയിട്ട് നിങ്ങളുടെ കൈവശം കിട്ടത്തില്ല. പകരം നിങ്ങൾ ലാബ് ചെയ്യുന്ന ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ എന്തുണ്ടായിരിക്കും? ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്താണ് നമ്മൾ ലാബ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ചില അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, പല കമാൻഡുകളും നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. ചില കമാൻഡുകൾ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങളും ഉണ്ടാകും. അതെങ്ങനെ സോൾവ് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഓപ്പൺ ചെയ്ത് എങ്ങനെ അറ്റൻഡ് ചെയ്യാം, അതോടൊപ്പം അത് ഉപയോഗിക്കുമ്പോൾ ചെയ്യാവുന്ന ചില ഈസി മെത്തേഡ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സോ 2024 ക്വസ്റ്റ്യൻ നമ്പർ 11 ലാബ് 19 ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1, യൂസ് ദ അപ്ലെറ്റ് Q11 ടു ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻസ്. അല്ലെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി ഒരു റെഡിമെയ്ഡ് അപ്ലെറ്റ് നൽകിയിട്ടുണ്ട്. നേരത്തെ ചെയ്ത പല ലാബുകളിലും നമുക്ക് എന്താണ് അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യണമായിരുന്നു. പ്രൊസീജിയർ നൽകും, നമ്മൾ അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നു, എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നു. ഇവിടെ ഒരു റെഡിമെയ്ഡ് അപ്ലെറ്റ് നിങ്ങൾക്ക് നൽകിയിരിക്കും. അത് നിങ്ങളുടെ ലാപ്ടോപ്പിനകത്ത് തന്നെ ഉണ്ടായിരിക്കും. ജസ്റ്റ് കണ്ടോ, ഇതേപോലെ Q11 GGB, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ അപ്ലെറ്റ് കാണുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് എന്താണ് അപ്ലെറ്റ് തൽക്കാലം പിന്നീട് നോക്കാം. അബൌട്ട് ദ അപ്ലെറ്റ്, അപ്ലെറ്റിൽ നൽകിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്ലെറ്റ് ഓപ്പൺ ചെയ്യുക. അപ്ലെറ്റിൽ നൽകിയിട്ടുള്ള കാര്യങ്ങൾ, ഫംഗ്ഷൻ f(x) എന്ന് പറയുന്നത് x² എന്ന് തന്നിട്ടുണ്ട്. ഇതൊരു ഇൻപുട്ട് ബോക്സ് ആണ്. ഇവിടെ എഡിറ്റ് ചെയ്ത് ഫംഗ്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ ഫംഗ്ഷൻ എന്താണ്? x². അടുത്ത് ഒരു സ്ലൈഡർ തന്നിട്ടുണ്ട്. സ്ലൈഡറിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സ് ഉണ്ട്. അതാണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി ഇവിടെ a എന്ന് പറയുന്ന ഒരു പോയിന്റ് y ആക്സിസിലുണ്ട്. ആ പോയിന്റിന്റെ പ്രത്യേകത എന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സ്ലൈഡർ വാല്യൂ 2ലേക്ക് മാറ്റുക. ഓക്കെ, 2ലേക്ക് മാറ്റുമ്പോൾ സ്ലൈഡർ വാല്യൂടെ 2 വന്നപ്പോൾ ക്യാപിറ്റൽ ബിയിലെ, ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന പോയിന്റ് 0,2 ആണ്. സ്ലൈഡർ വാല്യൂ എന്താണ്? 2. അപ്പോൾ ഈ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന പോയിന്റ് ആക്ച്വലി ജനറലൈസ് എന്ത് പറയാം? 0, സ്മോൾ ലെറ്റർ എ. ഈ സ്മോൾ ലെറ്റർ എ സ്ലൈഡർ വാല്യൂയിൽ എവിടെ വരുന്നത്? സ്ലൈഡർ വാല്യൂ മാറുന്ന അനുസരിച്ച് അവിടെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കണ്ടോ, 1.7 എന്ന് മാറി. അപ്പോൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് എന്താണ്? 0,a ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അബൌട്ട് ദ അപ്ലെറ്റ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത്. ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ദ പോയിന്റ് P ഓൺ y ആക്സിസ് ഈസ് ഡിഫൈൻഡ് ആസ് 0,a വേർ a ഈസ് ദ സ്ലൈഡർ. ഇവിടെ P എന്നല്ല, ക്യാപിറ്റൽ A എന്നാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ അതിനെ റീനെയിം ചെയ്ത് ക്യാപിറ്റൽ P എന്നാക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയിട്ടുള്ളത് പോലെ ചെയ്യാം. ക്യാപിറ്റൽ P. ഓക്കെ, അപ്പൊ അവിടെ ക്യാപിറ്റൽ P ആയി. ക്വസ്റ്റ്യൻ പേപ്പറിൽ നൽകിയിട്ടുള്ളത് പോലെ നമ്മൾ അത് ചേഞ്ച് ചെയ്തു. അപ്പൊ P എന്ന് പറയുന്ന പോയിന്റ് 0,a വേറെ ഈസ് എ സ്ലൈഡർ. വി ക്യാൻ ചേഞ്ച് ദ വാല്യൂ ഓഫ് a യൂസിങ് ഇൻപുട്ട് ബോക്സ്. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞു. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1ൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് write the method of finding an approximate value of the following using this applet and find its value. root 5.1 ഇതിന്റെ വാല്യൂ കണ്ടെത്തണം. ഈ അപ്ലെറ്റ് യൂസ് ചെയ്ത് റൂട്ട് 5.1ന്റെ വാല്യൂ കണ്ടെത്തണം. അപ്പോൾ ഇൻവെർട്ടിബിൾ എന്ന ഫംഗ്ഷന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് കണ്ട കുട്ടികൾക്ക് അറിയാം എന്താണ് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഈ സിയുടെ എന്താണ് x കോർഡിനേറ്റ് ഈസ് ദ ആൻസർ. അതായത് ഇവിടെ സ്ലൈഡർ ഫംഗ്ഷൻ x² ആണ് അല്ലെ. ഫംഗ്ഷൻ x² എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 1.7 കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട് 1.7 x² എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്ന റൂട്ട് x ആണ്. നമുക്കറിയാം x²ന്റെ ഇൻവേഴ്സ് എന്താണ്? റൂട്ട് x. അപ്പോൾ ഇവിടെ വരുന്ന ഈ 1.7 എന്ന് പറയുന്നവന്റെ റൂട്ട് എന്ന് പറയുന്നത് ഏതാണ്? 1.3 എന്നറിയാം. വേണമെങ്കിൽ നമുക്ക് പരിചിതമായ ഒരു വാല്യൂയിലേക്ക് ചെക്ക് ചെയ്യാം. 1 കൊടുക്കാം. 1 കൊടുത്തപ്പോൾ കണ്ടോ, 1 കൊടുത്തപ്പോൾ ഇവിടെ എന്താണ്? റൂട്ട് 1 അല്ലേ വന്നേ.
ഇനി വേണ്ട, 1 എല്ലായ്പ്പോഴും എളുപ്പമാണല്ലോ. അപ്പൊ 2 കൊടുക്കാം, നമുക്ക് സ്ലൈഡർ വാല്യൂ 2ലേക്ക് എത്തിക്കാം. 2ന്റെ റൂട്ട് എന്താണ്? 1.41 കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ വരുന്ന വാല്യൂ, അതിന്റെ റൂട്ട് ഇവിടെ വരുന്ന നമ്പറിന്റെ റൂട്ട് വാല്യൂ ആണ് നമുക്ക് ക്യാപിറ്റൽ സിയുടെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് കിട്ടുന്നത്. അറിയാം അല്ലെ? ഇത് 0,a ആണെങ്കിൽ ഇവിടെ വരുന്നത് അതിന്റെ എന്തായിരിക്കും? ഇൻവേഴ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ഫൈൻഡ് വാല്യൂ ഓഫ് റൂട്ട് 5.1. ഫൈൻഡ് വാല്യൂ ഓഫ് റൂട്ട് 5.1. അപ്പൊ സ്ലൈഡർ വാല്യൂ എന്ത് കൊടുക്കണം? 5.1 എന്ന് കൊടുക്കുക. 5.1 എന്റർ കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ സിയുടെ എക്സ് കോർഡിനേറ്റ് 2.24 ഈസ് ദ ആൻസർ. സംഗതി സിമ്പിൾ ആണ്, വേറെ ഒന്നുമില്ല. അപ്പൊ ഇതെങ്ങനെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തും? ക്വസ്റ്റ്യൻ നമ്പർ 11 ലാബ് 19 ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻസ്. പുട്ട് a ഈക്വൽ ടു 5.1 അല്ലെ? നമ്മൾ ആ ചെയ്ത മെത്തേഡ് എഴുതുക. സ്ലൈഡർ വാല്യൂ 5.1 ആക്കി. എക്സ് കോർഡിനേറ്റ് ഓഫ് ക്യാപിറ്റൽ ആർ ഈസ് ദ ആൻസർ. റൂട്ട് 5.1 ഈക്വൽ ടു 2.2r. 2.2r. ക്യാപിറ്റൽ ആർ അല്ല, ഇവിടെ സി എന്നാണ്. അപ്പൊ സി എന്ന് എഴുതിക്കണം. എന്താണ്? ക്യാപിറ്റൽ സിയുടെ എക്സ് കോർഡിനേറ്റ് ഈസ് ദ ആൻസർ. അല്ലെങ്കിൽ ഇത് ക്യാപിറ്റൽ ആർ ആക്കി നമുക്ക് എഡിറ്റ് ചെയ്യാം. അതിന്റെ ഒരു വിഷയമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി, കുഴപ്പമില്ല. ഇതേപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. റൂട്ട് 4.7 ആണെങ്കിൽ നമ്മളിപ്പോ ചെയ്തതുപോലെ എന്താണ്? ഇവിടെ ജസ്റ്റ് 4.7 എന്ന് അടിച്ചു കൊടുക്കുക. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. എന്റർ കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ സി അല്ലെങ്കിൽ ഇത് ആർ ആണെങ്കിൽ ക്യാപിറ്റൽ ആറിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് ആൻസർ. അതായത് റൂട്ട് 4.7 ഈക്വൽ ടു 2.17. ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് ഈ അപ്ലറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. സെലക്ട് ഓൺലി 1 ക്വസ്റ്റ്യൻ. 3 ഫംഗ്ഷൻ വന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യത്തെ കൺസിഡർ ചെയ്യാം. f of x equal to x square minus 2x minus 1. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കണം. അപ്പൊ നമ്മൾ ഒരു പുതിയ ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. നേരത്തെ അപ്ലറ്റ് തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, അത് ചെയ്യണ്ട. ആ അപ്ലറ്റ് ക്ലോസ് ചെയ്തോളൂ. ഇനി നമുക്ക് അപ്ലറ്റിന്റെ ആവശ്യമില്ല. അപ്ലറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്യാം. ഓക്കെ, ഡോണ്ട് സേവ് ഒക്കെ കൊടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ സേവ് ചെയ്ത് ചെയ്യാം. ഓക്കെ, ഒരു പുതിയ ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് അതിനെ കൺട്രോൾ എം കൊടുത്ത് സ്റ്റാൻഡേർഡ് വ്യൂ ആക്കി അല്ലെ? ഈ ജിയോജിബ്ര വിൻഡോയിൽ ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് ഡ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ കമാൻഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഇൻപുട്ട് ബാറിൽ f of x equal to x square minus 2x minus 1 എന്ന് പറയുന്ന കമാൻഡ് സാധാരണ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഹാർഡ് കോപ്പി ആണെങ്കിൽ ടൈപ്പ് ചെയ്യാനേ പറ്റത്തുള്ളൂ, വേറെ ഒരു വഴിയില്ല. പക്ഷെ ഇപ്പോൾ ടൈപ്പ് ചെയ്യാം. പക്ഷെ അതിനേക്കാളും നേട്ടം ഇതിനെന്ത് ചെയ്യുക? ഇവിടെ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇതൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് കൺട്രോൾ സി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്ത് ഇവിടെ എന്താണ്? കൺട്രോൾ വി കൊടുക്കുക. കർസർ കൊണ്ടുവച്ചിട്ട് കൺട്രോൾ വി. ഫംഗ്ഷൻ വന്നു. പക്ഷേ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പോളിനോമിയൽ ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ കണ്ടിന്യൂറ്റിയിലൊക്കെ ഇത് ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു പ്രശ്നമല്ല, ഡയറക്റ്റ് വരും. ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ എന്നല്ലേ വരേണ്ടത്? അങ്ങനെയാണോ ഇവിടെ വന്നിരിക്കണേ? അല്ല. അപ്പൊ ഇങ്ങനെ എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, ഈ പവേഴ്സ് വരുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ആ ക്യാപ്പ് എന്ന് പറയുന്ന സംഗതി കൊടുക്കണം. എന്താണ്? ഷിഫ്റ്റ് കൊടുത്തിട്ട് നമ്പർ 6 ക്യാപ്പ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് പ്രശ്നമാണ്. ഇവിടെ കർസർ കൊണ്ട് വയ്ക്കുക. എന്നിട്ട് എന്താണ്? ഷിഫ്റ്റ് ക്യാപ്പ് കൊടുക്കുക. ദെൻ എന്റർ ചെയ്യുമ്പോഴേ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഫംഗ്ഷൻ കിട്ടും. കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ കണ്ണടച്ചെല്ലാം കോപ്പി പേസ്റ്റ് ചെയ്തത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ കമാൻഡ് തന്നെയാണ് ഇവിടെ വന്നത് ഉറപ്പാക്കണം. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ചില കുട്ടികളൊക്കെ വിചാരിക്കുമ്പോൾ ഇതിന്റെയൊക്കെ പാടുപെടേണ്ട കാര്യമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ മതി? ടൈപ്പ് ചെയ്താൽ പോരെ. അങ്ങനെയാണെങ്കിൽ ടൈപ്പ് ചെയ്തോളൂ, നോ പ്രോബ്ലം. ലെങ്തി ആയിട്ടുള്ള ഫംഗ്ഷനൊക്കെ വരുമ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതാണ് എളുപ്പം. അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇത് നിർബന്ധമായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്താലും മതിയാകും. ഓക്കെ, സോ ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഡ്രോ ചെയ്തു. ഒബ്സർവ് ദ ഗ്രാഫ് and redefine its domain and codomain so that it becomes a bijection. ഈ ലാബ് ചെയ്യാൻ ആവശ്യമായ മാത്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അല്ലെ? ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണോ? അപ്പോൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്തെന്നറിയണം. തീർച്ചയായും ലാബ് 18 പഠിച്ചതിന് ശേഷം മാത്രമേ ലാബ് 19ലേക്ക് വരാവൂ. ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആകണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്താകണം? 1 ആകണം. ആ ഫംഗ്ഷൻ ഓൺ 2 ആകണം. ആ ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ 1 ആണോ? ഇത് 1 അല്ല. എവരി എലമെന്റ് ഹാസ് ഡിസ്റ്റിങ്ക്ട് ഇമേജ് ആണോ? അല്ല. അപ്പൊ നമുക്ക് 1 ആക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 ചെക്ക് ചെയ്യാൻ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ വരയ്ക്കുക. അപ്പൊ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ കട്ട് ചെയ്താൽ നോട്ട് 1 അല്ലെങ്കിൽ വളഞ്ഞു വന്നാൽ അത് നോട്ട് 1 എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് 1 അല്ല.
അപ്പൊ ഇത് 1 1 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വളവിനെ ഒടിക്കണം അല്ലെ? വളഞ്ഞിരിക്കുന്നതാണ് പ്രശ്നം, എപ്പോഴും വളയുന്നതാണ് പ്രശ്നം. അപ്പൊ ഈ വളഞ്ഞ സ്ഥലം എവിടെയാണ്? x=1 എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചാണ് വളയുന്നത് അല്ലെ? അപ്പൊ ഇവിടെ ഈ ലെഫ്റ്റ് പോർഷൻ നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് കളയണം. അതായത് ഈ ഫംഗ്ഷന്റെ എക്സ് വാല്യൂ 1 അതിനേക്കാളും വലുതായിട്ട് റെസ്ട്രിക്ട് ചെയ്യണം. അതായത് ഡൊമൈൻ റെസ്ട്രിക്ട് ചെയ്യണം. എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഡൊമൈൻ വാല്യൂ. ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, എക്സിന്റെ വാല്യൂ ക്ലോസ്ഡ് ഇന്റർവൽ 1, ആയിട്ട് റെസ്ട്രിക്ട് ചെയ്യണം. അപ്പോൾ ഈ ഫംഗ്ഷൻ 1 1 ആകും. നോക്കിക്കോ, അപ്പോൾ എന്താണ് ഫംഗ്ഷന്റെ പേര്? എഫ് കൊടുത്തു, കോമ അല്ലെ? സ്മോൾ ലെറ്റർ എഫ് ആണ്. എഫ് കൊടുത്തു, കോമ. ഞാൻ എക്സിന്റെ വാല്യൂ എവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ട് റെസ്ട്രിക്ട് ചെയ്തു. എന്റർ ചെയ്തപ്പോൾ റെഡ് കളർ ഗ്രാഫ് ഒന്നില്ലേ? ഇനി ആ എഫ് ഹൈഡ് ചെയ്യുക. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡൊമൈൻ റെസ്ട്രിക്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ഗ്രാഫ് കിട്ടിയത്. നൗ ഈ ഫംഗ്ഷൻ 1 1 ആണോ? ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഒറ്റ പോയിന്റിൽ മാത്രമേ കർവിൽ മീറ്റ് ചെയ്യുന്നുള്ളൂ. എവിടെ വരച്ചാലും ഒറ്റ പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ. Therefore this function is 1 1. അപ്പോൾ 1 1 ആക്കാൻ ഡൊമൈൻ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്തു? ക്ലോസ്ഡ് ഇന്റർവൽ 1, ഇനി ഇത് ഓൺ ടു ആണോ? ഒരു ഫംഗ്ഷൻ ഓൺ ടു ആകണമെങ്കിൽ കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആയിരിക്കണം. ഒരു ഫംഗ്ഷൻ ഓൺ ടു ആകണമെങ്കിൽ കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച്. അപ്പോൾ ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്താണ്? ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ y വാല്യൂ എന്താണ്? y വാല്യൂ -2 മുതൽ ഇൻഫിനിറ്റി വരെ. അപ്പോൾ ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവൽ -2, അപ്പോൾ കോഡൊമൈൻ എങ്ങനെ ആക്കണം? റേഞ്ചിന് ഈക്വൽ ആക്കണം. കോഡൊമൈൻ ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ -2, ആയി റെസ്ട്രിക്ട് ചെയ്യുക. അപ്പോൾ കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആയി. Therefore on to ആയി. Now this function is 1 1 and on to. Therefore it is bijective. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തണം. ഗ്രാഫ് ഒബ്സർവ് ചെയ്ത് ഡൊമൈനും കോഡൊമൈനും റെസ്ട്രിക്ട് ചെയ്ത് അത് ബൈജെക്ഷൻ ആക്കുക. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തും? ക്വസ്റ്റ്യൻ നമ്പർ 2, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാഫ് സ്കെച്ച്ഡ് അല്ലെ? ഡ്രോ ദ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് സ്കെച്ച്ഡ് എന്ന് എഴുതുക. അത് വരച്ചു. ഡൊമൈൻ എന്താണ്? ക്ലോസ്ഡ് ഇന്റർവൽ 1, ആക്കി. കോഡൊമൈൻ എന്ന് പറയുന്നത് റേഞ്ചിന് ഈക്വൽ ആക്കി. -2, അപ്പോൾ എന്താണ്? കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആയപ്പോൾ ഓൺ ടു ആയി. ഡൊമൈൻ റെസ്ട്രിക്ട് ചെയ്തപ്പോൾ 1 1. 1 1 ഓൺ ടു ആയതുകൊണ്ട് ഫംഗ്ഷൻ എന്താണ്? ബൈജെക്റ്റീവ് എന്ന് കൂടെ വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ വൈവ ക്വസ്റ്റ്യൻ ചോദിക്കും. വൈവ ക്വസ്റ്റ്യൻ ഒരുപാട് സാധ്യതയുണ്ട്. ഒരു ഫംഗ്ഷൻ ബൈജെക്റ്റീവ് ആകുന്ന എപ്പോൾ? 1 1 ഓൺ ടു ആകുമ്പോൾ. നിങ്ങൾ ആൻസർ പറയുക. കഴിഞ്ഞു. അടുത്ത എന്താണ് ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആകുമ്പോൾ അത് എന്താണ്? ഓൺ ടു ആകും അല്ലെ? ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. 1 1 എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എവരി എലമെന്റ് ഹാസ് ഡിസ്റ്റിങ്ക്ട് ഇമേജ്. ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ട് പോവുക. കുറച്ച് തിയറി അറിയണം. ലാബ് 18 പഠിപ്പിച്ചപ്പോൾ അത് വിശദമായി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു, ബൈജെക്ഷൻ ആക്കി. അടുത്ത ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ. ആ പുതിയ ഡൊമൈനിലുള്ള ഫംഗ്ഷന്റെ ഗ്രാഫ് അതും നമ്മൾ വരച്ചു കഴിഞ്ഞില്ലേ? എഫ് കോമ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലെ? അപ്പൊ ഗ്രാഫ് സ്കെച്ച്ഡ് എന്ന് പറഞ്ഞിട്ട് എക്സ്റ്റേണൽ എക്സാമിനറെ വിളിച്ച് ഇത് നിർബന്ധമായിട്ടും കാണിക്കുക. അപ്പൊ സി പാർട്ട് കഴിഞ്ഞു. അടുത്ത ഫോർത്ത് പാർട്ട്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഇൻവേഴ്സ് എക്സ് യൂസിങ് റിഫ്ലക്ട് അബൌട്ട് ലൈൻ 2. റൈറ്റ് ദ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ. ഇപ്പൊ നമ്മൾ ഡ്രോ ചെയ്ത ഈ ഫംഗ്ഷൻ ബൈജെക്റ്റീവ് ആണ്. അപ്പൊ ഇതെന്താണ്? ഇൻവെർട്ടിബിൾ ആണ്. അത് വൈവയ്ക്ക് വയ്ക്കാം. ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആകാനുള്ള കണ്ടീഷൻ ദ ഫംഗ്ഷൻ മസ്റ്റ് ബി ബൈജെക്റ്റീവ്. അപ്പോൾ ഇതിന്റെ ഇൻവേഴ്സിന്റെ ഗ്രാഫ് വരയ്ക്കണം. അത് ചെയ്യാനുള്ള പ്രൊസീജിയർ ഇത്രയേ ഉള്ളൂ. ഡ്രോ ദ ലൈൻ y = x. ഇതൊന്ന് ഓർത്തിരിക്കുക. y = x എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഈ ഫംഗ്ഷന്റെ ഗ്രാഫിന്റെ റിഫ്ലക്ഷൻ അബൌട്ട് ദിസ് ലൈൻ കാണുക. എന്താണ്? നമുക്ക് ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആണ് കാണേണ്ടത്. ഈ ഫംഗ്ഷന്റെ അല്ലെങ്കിൽ ഈ ഗ്രാഫിന്റെ റിഫ്ലക്ഷൻ അബൌട്ട് ദിസ് ലൈൻ അത് എവിടെയാണ് വരുന്നതെന്ന് അറിയാമോ? റിഫ്ലക്ട് അബൌട്ട് ദ ലൈൻ. കണ്ടോ? സ്ലൈഡർ ടൂളിന്റെ തൊട്ട് ലെഫ്റ്റിൽ വരുന്നത് റിഫ്ലക്ട് അബൌട്ട് ലൈൻ. ചെയ്യേണ്ടത് നമ്മുടെ ഈ ഫംഗ്ഷൻ ഈ ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യുക, ഈ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഗ്രാഫിന്റെ റിഫ്ലക്ഷൻ കിട്ടി G1 വിച്ച് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ. ഇപ്പൊ രണ്ടും ഒരേ കളറാണ്. അപ്പൊ കളർ ഒന്ന് മാറ്റി കൊടുത്താൽ നമുക്ക് ഇൻവേഴ്സിന്റെ ഗ്രാഫിന്റെ കളർ വേറെ ഒന്ന് കൊടുക്കുന്നതാണ് നല്ലത്, പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി. ഓക്കെ, കളർ കൊടുത്തു. ഇഷ്ടമുള്ള കളർ കൊടുക്കാം. നമുക്ക് ബ്ലൂ കളർ കൊടുക്കാം. അപ്പോൾ റെഡ് കളർ ഗ്രാഫിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ബ്ലൂ കളർ ഗ്രാഫ് ആണ്. ഇതാണ് അതിന്റെ ഇൻവേഴ്സ്.
അല്ലെ? നമുക്ക് ഇൻവേഴ്സ് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഇൻവേഴ്സ് പാരാമെട്രിക് ഫോമിലാണ് കിടക്കുന്നത്. നമുക്ക് ഓൾജിബ്രൈക് ഫോമിൽ കാണണമെങ്കിൽ തിയറിറ്റിക്കലായിട്ടൊക്കെ കാണാം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കമാൻഡ് അടിച്ചു കൊടുക്കണം. അതിന്റെ ആവശ്യമില്ല, ചോദിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നു മാത്രം. ഇൻവേർട്ട് എന്ന് കൊടുക്കുക. ഇൻവേർട്ട് എന്ന് കൊടുത്തിട്ട് നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തിട്ട് കംപ്ലീറ്റിംഗ് സ്ക്വയർ എന്നടിക്കണം. കംപ്ലീറ്റിംഗ് സ്ക്വയർ, കംപ്ലീറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എന്താണ് ആ ക്വാർട്ടർ, നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 1 അല്ലേ? അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എക്സ് സ്ക്വയർ, എക്സ് ഷിഫ്റ്റ് ക്യാപ് 2, എക്സ് സ്ക്വയർ എന്താണ്? മൈനസ് 2x മൈനസ് 1. എന്റർ കൊടുക്കുമ്പോൾ ഫംഗ്ഷന്റെ ഇമേജ് എന്താണ്? റൂട്ട് എക്സ് പ്ലസ് 2/1 പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോൾ അത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം, അത് എക്സാമിനേഷൻ ചോദിച്ചിട്ടൊന്നുമില്ല. എന്താണ് കൊടുക്കേണ്ടത്? ഇൻവേർട്ട് ബ്രാക്കറ്റിനകത്ത് കംപ്ലീറ്റിംഗ് സ്ക്വയർ, എന്നിട്ട് ആ ഫംഗ്ഷൻ എന്താണോ അത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്യുക. ഇത്തരത്തിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ വേണമെങ്കിൽ നോക്കാം. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ടിക്കറ്റ് ടൂറെങ്കിൽ ഇത് നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണത്? കോപ്പി പേസ്റ്റ് ചെയ്ത് അവിടെ ചെയ്യാം അല്ലെ? അത് ചെയ്തു. നമ്മുടെ ജിയോജിബ്ര വിൻഡോ എടുക്കുക. ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്യുന്നതാണ് നല്ലത്. കാരണം നേരത്തെ നമ്മൾ ഒരുപാട് കളികൾ നടത്തി കഴിഞ്ഞു. അതൊരു പുതിയ ഫയൽ, ന്യൂ വിൻഡോ ഓപ്പൺ ചെയ്യാൻ ഫയൽ ഓപ്ഷൻ എടുക്കുക. ന്യൂ വിൻഡോ ഓപ്പൺ ചെയ്തു. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ Ctrl+C കൊടുത്തോ എന്നെനിക്കൊരു സംശയം. കൊടുത്തില്ല എന്നാണ് തോന്നുന്നത്. Ctrl+C കൂടെ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കോപ്പി ചെയ്യണം. ഓക്കെ, Ctrl+C കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ കർസർ കൊണ്ട് വയ്ക്കുന്നു. Ctrl+V കൊടുക്കുക. Ctrl+V. അപ്പോൾ എന്താണ് പ്രശ്നം? നേരത്തെ സൂചിപ്പിച്ചു, എക്സ് സ്ക്വയർ എന്നുള്ളത് പ്രശ്നമാണ്. അവിടെ കർസർ കൊണ്ടുവയ്ക്കുക. ഷിഫ്റ്റ് ക്യാപ്പ് അല്ലെ കൊടുക്കുക. അപ്പൊ ജസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഫംഗ്ഷന്റെ ഗ്രാഫ് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3. നൗ ദിസ് ഫംഗ്ഷൻ 1 1 ആണോ? അല്ല. എവിടെയാണ് പ്രശ്നം? വീണ്ടും നേരത്തെ പറഞ്ഞല്ലേ, 1 എന്ന് പറയുന്ന പോയിന്റിന്റെ ഇവിടെ വെച്ചാണ് ഒടിയുന്നത്. അപ്പോൾ ഇതിന്റെ റൈറ്റ് സൈഡിലോട്ട് നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാം. തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? എഫ് കോമ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. എൻ്റർ കൊടുക്കുമ്പോൾ പുതിയ സംഗതി വന്നു കഴിഞ്ഞു. ലെഫ്റ്റ് സൈഡ് എഫ് ഹൈഡ് ചെയ്തു. നൗ ദിസ് ഫംഗ്ഷൻ ഈസ് 1 1. ഇത് റേഞ്ച് എന്താണ്? ഈ ഫംഗ്ഷന്റെ y വാല്യൂ ക്ലോസ്ഡ് ഇന്റർവൽ -4, ഇൻഫിനിറ്റി. അപ്പൊ കോഡൊമൈൻ എന്താക്കണം? -4, ആക്കുക. അപ്പോൾ ഈ ഫംഗ്ഷൻ ഓൺ ടു ആയി. 1 1 ആക്കാൻ ഡൊമൈൻ എങ്ങനെയാണ് റെസ്ട്രിക്ട് ചെയ്തത്? ക്ലോസ്ഡ് ഇന്റർവൽ 1, ഇൻഫിനിറ്റി. ഇത് നമ്മുടെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ എന്താണ്? ഗ്രാഫ് സ്കെച്ച്ഡ് എന്ന് എഴുതുക. ഡൊമൈൻ 1, കോഡൊമൈൻ -4, അപ്പോൾ കോഡൊമൈനും റേഞ്ചും ഈക്വലായി. therefore ഫംഗ്ഷൻ ഓൺ ടു ആയി. ഡൊമൈൻ റെസ്ട്രിക്ട് ചെയ്തപ്പോൾ 1 1 ആയി, അതുകൊണ്ട് ബൈജക്റ്റീവ് ആയി. അപ്പോൾ എന്താണ്? ഇൻവെർട്ടിബിൾ ആയി കഴിഞ്ഞു. ഓക്കെ, പിന്നെ രണ്ടാമത് ഗ്രാഫ് സ്കെച്ച് ചെയ്യാൻ വേണ്ടി നമ്മളത് ചെയ്തു കഴിഞ്ഞു. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന കമാൻഡ് കൊടുത്തു. അടുത്ത ഇതിന്റെ ഇൻവേഴ്സ് കാണണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്ത് ചെയ്യുക? ഡ്രോ ദ ലൈൻ y ഈക്വൽ ടു എക്സ്. അത് നിങ്ങൾ ആൻസർ ഷിഫ്റ്റ് ചെയ്യണം കേട്ടോ. മെത്തേഡ് y ഈക്വൽ ടു എക്സ് എൻ്റർ കൊടുക്കുക. ദെൻ എന്താണ്? റിഫ്ലക്ട് അബൌട്ട് ദ ലൈൻ ചൂസ് ചെയ്യുക. റിഫ്ലക്ട് അബൌട്ട് ദ ലൈൻ, ഇത് ലെഫ്റ്റ് സൈഡ് അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം? കർവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? അപ്പുറത്ത് കിട്ടുന്നതാണ് G1 എന്ന് പറയുന്നതാണ് ഇൻവേഴ്സ് ഓഫ് ദ ഗ്രാഫ് G. അത് നിങ്ങൾ എക്സ്റ്റേണൽ എക്സാമിനറെ വിളിച്ച് കാണിക്കുക. ആൻസർ സ്ക്രിപ്റ്റിൽ ആ മെത്തേഡ് എഴുതണം. ഡ്രോ ദ ലൈൻ y ഈക്വൽ ടു എക്സ് യൂസിങ് റിഫ്ലക്ട് അബൌട്ട് ദ ലൈൻ ടു ക്ലിക്ക് ഓൺ g of x അല്ലെ? g of x ലും ക്ലിക്ക് ചെയ്യുക. ദെൻ എന്താണ്? ലൈനിലും ക്ലിക്ക് ചെയ്യുക. വി ഗെറ്റ് ഗ്രാഫ് ഓഫ് f ഇൻവേഴ്സ് x. ഇത്രയും എഴുതി കഴിഞ്ഞാൽ കിട്ടേണ്ട മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. 8 മാർക്കാണ് മൊത്തം ഈ ലാബിൽ നിന്ന് ചോദിക്കുന്നത്. വളരെ ഈസി ആയിട്ട് 8 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം? 1 2 തിയറി കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് 1 1 ഫംഗ്ഷൻ? എന്താണ് 1 2 ഫംഗ്ഷൻ? എന്താണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ? ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആകാനുള്ള കണ്ടീഷൻ എന്താണ്? അത് ബൈജക്റ്റീവ് ആയിരിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും വൈവ ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.